പണ്ഡിതനെ അതേ മഹാനായ അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഓർക്കണം, മഹാനായ ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് നീ കാഫിറാണടാ എന്ന് പറഞ്ഞ് ഭരണാധികാരിയായ ഒരാള് അദ്ദേഹം അതാ വാളിങ്ങോട്ടെടുത്തു. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട മഹാന്റെ തലയങ്ങ് വെട്ടിയിട്ട് തലയിങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആ തല പരിശുദ്ധ ഖുർആൻ ഓതുന്നു, മറമാടുന്നത് വരെ ഖുർആൻ ഓതുന്നു. പക്ഷേ ഈ മഹത്തായ കറാമത്ത് വഫാത്തിന്റെ ശേഷം കണ്ടിട്ടും സുഹൃത്തുക്കളെ കറാമത്ത് ഇല്ലെന്ന് പറയുന്ന മുഅ്തസിലത്ത് മാറിയില്ല. അവരെന്നിട്ടും ഹിദായത്തായില്ല. ചുരുക്കി ഞാൻ പറയുന്നു, ആ മുഅ്തസിലത്ത് പിൽക്കാലത്ത് പരസ്പരം തെറ്റി പിരിഞ്ഞ് ഒരുപാട് പാർട്ടികളായി അടിച്ചു പിരിഞ്ഞ് തകർന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, മുസ്ലിം സമുദായത്തിൽ ആവശ്യമില്ലാത്ത ഭിന്നത സൃഷ്ടിച്ച ശിയാക്കൾ ഒരർത്ഥവുമില്ലാത്ത ഭിന്നതയുണ്ടാക്കി. ഇപ്പോഴും അവരിൽ ചിലർ ജീവിച്ചിരിക്കുന്നു. അവർ ചില സ്ഥലങ്ങളിൽ ഭരണ സ്വാധീനം ഉപയോഗിക്കുന്നു. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കൊന്നൊടുക്കുന്നു. ഇന്നും അത് നടക്കുകയാണ് ലോകത്ത്. എന്ന് മാത്രമല്ല, ഇന്ന് ഇസ്ലാമിന്റെ വിരോധികൾ എവിടെയെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളുടെ മേൽ കൈവച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം മുസ്ലിം രാഷ്ട്രം തകർത്തിട്ടുണ്ടോ, അവിടെയെല്ലാം സഹായത്തിനുള്ളത് ശിയാക്കളല്ലേ? എന്താണ് ഈ ശിയാക്കള വാദം? വല്ല അർത്ഥവുമുള്ള വാദമാണോ? ഇന്നും അവർ വാദിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഭരണാധികാരിയായി വരേണ്ടത് അലി ഇബ്നു അബീ ത്വാലിബായിരുന്നുവെന്ന്. അപ്പോഴോ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവരും സഹാബികളും ഒക്കെ പിഴച്ചുപോയി എന്ന് വാദിക്കുകയാണ്. ആ വാദം കൊണ്ട് എന്താ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ വാദിക്കുകയാണ് 1400 കൊല്ലം മുമ്പ് ആരായിരുന്നു ഭരിക്കേണ്ടത്. ഇപ്പൊ ചിന്തിച്ചിട്ട് എന്താ കാര്യം? തരക്കേടില്ല. അടുത്ത ഇലക്ഷനിൽ ആരാ ഭരിക്കേണ്ടതെന്ന് ചിന്തിച്ചാൽ, അല്ലെ അടുത്ത കൊല്ലം ആരാണ് ഭരിക്കേണ്ടത് ചിന്തിച്ചാൽ അതിനൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇപ്പോഴും ശിയാക്കളെ വാദം എന്താ? മുമ്പ് ആരായിരുന്നു ഭരിക്കേണ്ടത്, അതിനിപ്പോ തല്ലുണ്ടാക്കുക, ഇപ്പോഴും ഭിന്നിപ്പിക്കുക, ഇപ്പോഴും കൊല്ലുകയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനിയോ മറ്റൊരു കൂട്ടര് വന്നു, റാഫിളത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടര്. അതേ റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷികൾ വന്നിട്ട് എന്ത് പറഞ്ഞു? മാസം കണ്ടാലും നോമ്പെടുക്കരുത്, മാസം കണ്ടാലും പെരുന്നാളാക്കരുത്, കണക്ക് നോക്കണം. റാഫിളത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, അബൂബക്കറും ഉമറും ഒക്കെ പഴച്ചുപോയി. എന്താണ് അതിനൊരു കാരണം പറഞ്ഞത്? മുഹമ്മദ് നബി ചെയ്യാത്ത പുതിയ കാര്യം മതത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. കുല്ല ബിദഅത്തിൻ ളലാല വ കുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതിയ കാര്യവും നരകത്തിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അബൂബക്കർ അല്ലേ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ, അത് റാഫിളത്തിന്റെ വാദമാണ് കേട്ടോ, അതേ അബൂബക്കർ അല്ലേ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിലായിട്ട് അതാ ഒന്നായിട്ട് എഴുതി വെച്ചതും അങ്ങനെ ഒന്നായി എഴുതി വെച്ച മുസ്ഹഫ് നോക്കിയിട്ട് ഖുർആൻ ഓതുന്ന ഏർപ്പാട് മുഹമ്മദ് നബിയുടെ കാലത്തില്ല. അങ്ങനെ 30 ഒന്നായി എഴുതി വെച്ചിട്ടില്ല. ഈ മതപരമായ കാര്യം മതത്തിലില്ലാത്തത് ഉണ്ടാക്കിയത് അബൂബക്കറാണ്, അതിന് പിന്തുണച്ചത് ഉമറാണ്, അതിനെ പിന്നെ കോപ്പിയെടുത്ത് വിതരണം ചെയ്തത് ഉസ്മാനാണ്, അതിനെ പിന്തുണച്ച അലിയാണ്. ഈ മുഴുവൻ ഖുലഫാഉർ റാഷിദീങ്ങളും സഹാബികളും എല്ലാവരും പിഴച്ചുപോയ നരകത്തിലാണെന്ന് വാദിച്ച റാഫിദുകൾ. അവരുടെ അടിസ്ഥാനം എന്താണ്? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ബുഖാരിയുടെ സറഹ് ഫതുൽ ബാരിയിൽ പറയുന്നു, മുഹമ്മദ് നബി ചെയ്യാത്ത ഒരു നല്ല കാര്യം ചെയ്തുകൂടാന്നാണ് അവരുടെ വാദം. മുഹമ്മദ് നബി ചെയ്യാത്ത ഒരു നല്ല കാര്യം ചെയ്തുകൂടാന്നാണ് അവരുടെ വാദം. എന്നോട് ഇന്നൊരാൾ പറഞ്ഞു, ഈ കടവത്തൂരിൽ കുറച്ചപ്പുറത്ത് ഒരു സ്ഥലത്തൊരു മരണ വീട്, ആ മരണ വീട്ടിൽ നിന്ന് തൂവക്കുന്നുകാരനൊരാൾ പറഞ്ഞു പോലും ഒരു ഖുർആൻ ഓതിക്കൂടെ? വേറൊരാൾ പറഞ്ഞു പോലും മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടില്ല, മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് തന്നെയല്ലേ സുഹൃത്തുക്കളെ റാഫിദുകളും പറഞ്ഞത്? മുഹമ്മദ് നബി ഖുർആൻ 30 ഒന്നാക്കി എഴുതി വെച്ചിട്ടില്ല, അങ്ങനെ ഒരു മുസ്ഹഫ് നോക്കി ഓതിയിട്ടില്ല. ഇത് തന്നെ റാഫിദത്തിന്റെ അതേ വാദം. നല്ല കാര്യം ചെയ്യുന്നത് മുടക്കുക, അതേ സമയത്ത് അവരെന്തേ ഖുർആൻ നോക്കാതിരുന്നത്? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. അണുമണിത്തൂക്കം നല്ലത് ചെയ്താൽ അതിന്റെ പ്രതിഫലം അല്ലാഹ് കൊടുക്കും. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങളെ ശരീരത്തിന് ഏത് നല്ല കാര്യം ചെയ്താലും അതിന് ഗുണം കിട്ടും, അതിന് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും.
വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ നല്ല കാര്യം ചെയ്തോ നിങ്ങൾ വിജയിക്കും. ഇങ്ങനെ എത്ര ആയത്തുകളിൽ അള്ളാഹ് നല്ല കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയത്തൊന്നും അവർ സ്വീകരിച്ചില്ല. അവരെന്ത് ചെയ്തു? മുഹമ്മദ് നബി ചെയ്യാത്ത പുതിയ കാര്യങ്ങളൊന്നും പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നാൾ ഒരു ദിവസം ഒരു വ്യക്തി മുഹമ്മദ് നബി ചെയ്യാത്ത നല്ല കാര്യം ചെയ്യാൻ പാടില്ല, മതകാര്യമായി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അൽമനാറിലും നിങ്ങളുടെ മദ്രസാ പുസ്തകത്തിലുമൊക്കെ ജുമഅയുടെ ഖുതുബയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ എല്ലാ നേതാക്കളും ജുമഅയുടെ ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലുന്നുമുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഓതിയ ജുമഅയുടെ ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലി എന്നൊരു സഹീഹായ ഹദീസ് റിപ്പോർട്ട് കാണിച്ചു തരാമോ? ജുമഅയുടെ ഖുതുബയിൽ എല്ലാ ആളുകളും ജുമഅയുടെ ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അങ്ങനെ സുന്നികൾ ചൊല്ലുന്നുണ്ട്, അവരെ ഇമാമിങ്ങൾ നിർബന്ധമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബി ചെയ്യാത്തൊരു കാര്യം മതകാര്യം എന്ന നിലയ്ക്ക് ചെയ്തുകൂടാ എന്ന് വാദിക്കുന്ന കക്ഷികൾ എല്ലാ വെള്ളിയാഴ്ചയും സ്ഥിരമായി മതകാര്യമായ ഖുതുബയിൽ അവർ പ്രസംഗമാണ് നടത്തുന്നതെങ്കിലും അതിലൊരു സലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഖുതുബക്ക് സലാത്ത് ചൊല്ലിയതായി ഒരു ഹദീസ് കാണിച്ചു തരാമോ? സുഹൃത്തുക്കളെ, അതിന് ഹദീസിന്റെ ആവശ്യമില്ല. ഇമാമിങ്ങൾ അതിന് വേറെ തെളിവ് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ കിതാബുൽ മുഹദ്ദബ് ഇമാം സിറാസിയുടെ മുഹദ്ദബ് നോക്കിയാൽ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശർഹുൽ മുഹദ്ദബ് നോക്കിയാൽ അവിടെയൊക്കെ തെളിവ് പറഞ്ഞത് ഹദീസ് അല്ല. അവിടെ തെളിവ് പറഞ്ഞത് അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വറഫഅനാ ലക ദിക്റക, അല്ലാഹു തആല പറഞ്ഞതാണ്, നബിയെ തങ്ങളുടെ പേര് പറയുന്നതിനെ നമ്മൾ ഉയർത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ വ്യാഖ്യാനം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണോ അള്ളാഹനെ പറയുന്നത് അവിടെയൊക്കെ റസൂലുള്ളാഹിനെയും പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതേ അള്ളാഹനെ പറയുന്നിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയണം. അൽഹംദുലില്ലാഹ് ഖുതുബയിൽ വേണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദും വേണം. അതേ, അതാണ് തെളിവ് പറഞ്ഞു. അല്ലാതെ റസൂലുള്ള ചെയ്തു എന്നല്ല. നബിതങ്ങൾ ചെയ്യാത്ത കാര്യമൊക്കെയും നരകത്തിലാണെങ്കിൽ എല്ലാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും എല്ലാ ജമാഅത്ത് ഇസ്ലാമിയുടെയും സർവ്വ ഖുതുബകളും നരകത്തിലാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലിയ ഒരു തെളിവ് ഇന്നേ വരെ ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഓ സഹോദരന്മാരെ, ഇപ്പോൾ ഞാനതിന്റെ തെളിവുകളിലേക്ക് കടക്കുകയല്ല. അപ്പൊ റാഫിളത്ത് എന്ന് പറയുന്ന ഒരു കക്ഷി പൂർവ്വകാലത്ത് കഴിഞ്ഞു. അവരെന്ത് ചെയ്തു? ഏത് നല്ല കാര്യം ചെയ്താലും അത് നബി ചെയ്തതായി അഡ്രസ് ഉണ്ടോ എന്ന് ചോദ്യം ഉന്നയിച്ചു. അതിലൂടെ മുഴുവൻ നല്ല കാര്യങ്ങളെയും ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല, അതിലൂടെ അവർ ചെയ്തൊരു കാര്യമാണ് സഹാബത്ത് പിഴച്ചവരാണെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് മുസ്ലിമീങ്ങൾ ഒന്ന് കാഫിറായി കിട്ടണം എന്നവർ ആഗ്രഹിച്ചു. മുസ്ലിമീങ്ങളൊന്ന് കാഫിറായി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ സഹാബത്തിനെ ചീത്ത പറഞ്ഞുകൊണ്ട് അവർ വാദിച്ച വാദങ്ങൾ എന്താണ്? അവർ വാദിച്ച വാദങ്ങൾ മഖാലാത്തുൽ ഇസ്ലാമിയീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അവർ വാദിച്ച ഒരു വാദം പടച്ചവന് അവയവങ്ങളുണ്ടെന്ന വാദമാണ്. പടച്ചവന് കൈകളുണ്ടെന്നവർ വാദിച്ചു, പടച്ചവന് തണ്ടങ്കാലുണ്ടെന്ന് വാദിച്ചു, പടച്ചവന് ഊരയുണ്ടെന്ന് വാദിച്ചു, പടച്ചവന് ശരീരമുണ്ടെന്ന് വാദിച്ചു, പടച്ചവന് അതാ ബോഡിയുണ്ടെന്ന് വാദിച്ചു, പടച്ച റബ്ബിന് അതേ വിരലുകളുണ്ടെന്ന് വാദിച്ചു. അങ്ങനെ വാദിച്ച് പടച്ചവനൊരു കസേരയിൽ ഇരിക്കുകയാണെന്ന് വാദിച്ചു. ഈ രൂപത്തിൽ ഒരു ബുദ്ധിക്കും അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു ഇമാമും പറയാത്ത, ഒരു സഹാബത്തും വിശ്വസിക്കാത്ത, ഒരു നബിയും അംഗീകരിക്കാത്ത കടുത്ത കുഫ്ർ, ആ കുഫ്ർ റാഫിളത്ത് വാദിച്ചുവെന്ന് മഖാലാത്തുൽ ഇസ്ലാമീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു. അവരാണ് സഹാബത്ത് പിഴച്ചുപോയി എന്ന് പറഞ്ഞത്. ആ റാഫിളത്താണ് വലിയ പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിച്ചത്. ഇങ്ങനെയുള്ള പല കക്ഷികളും മുൻകാലത്ത് കഴിഞ്ഞു പോയപ്പോൾ അവരെല്ലാം എന്ത് പറഞ്ഞു? ഇങ്ങനെ വിശ്വസിക്കാത്ത ഇമാമിങ്ങളെല്ലാം കാഫിരീങ്ങളാണ്, ഇങ്ങനെ വിശ്വസിക്കാത്ത സഹാബത്തെല്ലാം കാഫിരീങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇമാമിങ്ങളെയും സഹാബത്തിനെയും ഈ കഴിഞ്ഞുപോയ പുത്തൻവാദികളെല്ലാം കാഫിറാക്കുകയാണ് ചെയ്തത്. അതേ സുഹൃത്തുക്കളെ, ഖവാരിജ് മുതൽക്ക്, റാഫിളത്ത് മുതൽക്ക്, മുഅ്തസിലത്ത് മുതൽക്ക്, അതേ ഏതെല്ലാം മുജസ്സിമത്തും കറാമിയത്തും ജഹ്മിയത്തും ഏതെല്ലാം കക്ഷികൾ ഇവിടെ വന്നിട്ടുണ്ടോ, ആ
ആ കക്ഷികളെല്ലാം പിൽക്കാലത്ത് അവർ തമ്മിൽ ഭിന്നിച്ച് പിന്നീട് അവരും പരസ്പരം കാഫിറാക്കൽ തുടങ്ങി. ഒരു നേതാവിനെ വേറൊരു നേതാവ് കാഫിറാക്കി. അങ്ങനെ കഴിഞ്ഞുപോയ റാഫിളത്ത്, മുഅ്തസിലത്ത്, മുജസ്സിമത്ത്, ജഹ്മിയ്യത്ത് തുടങ്ങിയിട്ടുള്ള ഖവാരിജ് തുടങ്ങിയ എല്ലാ കക്ഷികളും ഇവിടെ പിൽക്കാലത്ത് ആദർശപരമായി കെട്ടടങ്ങിപ്പോയി. പക്ഷേ അത് താനേ ഉണ്ടായതല്ല. മഹാന്മാരായ ഇമാമിങ്ങൾ അവർക്കെതിരെ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു എത്ര ഗ്രന്ഥമാണ് എഴുതിയത്, ഇമാം റാസി എത്ര കിതാബാണ് എഴുതിയത്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എത്ര കിതാബാണ് എഴുതിയത്, ഇമാം അൽ ഹറമൈനി എത്ര കിതാബാണ് എഴുതിയത്, ഇമാം നവവി എത്രയാണ് എഴുതിയത്. അങ്ങനെ എല്ലാ ഇമാമിങ്ങളും ഈ പുത്തൻവാദികളെ നേരിടാൻ വേണ്ടി കാഫിറാക്കൽ പ്രസ്ഥാനക്കാരായ എല്ലാവരെയും കാഫിറാക്കുന്ന ഈ ഏർപ്പാടുകാരുടെ ആശയം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട്, സഹാബത്തിന്റെ പ്രവർത്തനങ്ങളും അവരാശയങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ ഇമാമിങ്ങളും കിതാബ് എഴുതി, എല്ലാ ഇമാമിങ്ങളും ഇവിടെ പ്രഭാഷണം നടത്തി, എല്ലാ ഇമാമിങ്ങളും ഇവിടെ സംവാദം നടത്തി, എല്ലാ ഇമാമിങ്ങളും വളരെ വ്യക്തമായി അവരെ ജീവിതം അതിനൊഴിച്ചു വെച്ചു. ആ ഒഴിച്ചുവെച്ച ഇമാമിങ്ങൾ ഇമാം അബൂ ഹനീഫ തങ്ങളും, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളും, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളും, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങളും, എല്ലാ ഇമാമിങ്ങളും ഇവർക്കെതിരെ ശക്തിയായ പോരാട്ടം നടത്തി. എന്തിനധികം പറയണം, ആ ഇമാമുകൾക്ക് ശേഷം വന്ന ഇമാം ബുഖാരി, അവിടുത്തെ സഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ അധ്യായങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, കിതാബുൽ ഈമാൻ, വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ഭാഗം. ആ കിതാബിന്റെ ഓരോ അധ്യായങ്ങളും അന്നത്തെ പുത്തൻവാദികൾക്ക് മറുപടിയായി ചേർത്തതാണെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളും ഇമാം ഖസ്തലാനിയും എല്ലാ ഇമാമിങ്ങളും എഴുതി വെച്ചത് കാണാം. ആ കൂട്ടത്തിൽ ഏതെല്ലാം സൈസ് ഉണ്ടായിരുന്നു എന്നറിയോ? കൂട്ടത്തിൽ അന്നത്തെ കാലത്തുള്ളൊരു സൈസായിരുന്നു സഹോദരന്മാരെ, ഒരു വിഭാഗം കക്ഷികള്. അവരെ വാദം എന്താണ്? അവരെ വാദം വിശ്വാസമുണ്ടായാൽ മതി, കർമ്മം വേണ്ട. വിശ്വാസമുണ്ടായാൽ മതി, കർമ്മം വേണ്ട. ആ കക്ഷികളെ പേരാണ് മുർജിയത്ത്. അവരെ വാദം വിശ്വാസം മതി, കർമ്മം വേണ്ട. അവരെ പിന്തുടർന്നവരാണ് ഇന്നത്തെ വ്യാജ ത്വരീഖത്തുകാര്. നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഹജ്ജ് വേണ്ട, ശൈഖിനെ സ്വീകരിച്ചാ മതി. അത് ആ മുർജിയത്ത് എന്ന് പറയുന്ന പുത്തനാശയക്കാരുടെ വാദം കടമെടുത്തവരാണ്. ഓ സഹോദരന്മാരെ, ഔലിയാക്കൾക്ക് കറാമത്തില്ല, അവർ മറഞ്ഞ കാര്യം അറിയൂല എന്ന് വാദിക്കുന്ന കക്ഷികളുണ്ട്. മുഅ്തസിലത്തിന്റെ വാദം കടമെടുത്തതാണ്. ഇതുപോലെ തന്നെ സുന്നികൾ കാഫറാണ്, മുശ്രിക്കാണെന്ന് പറയുന്ന കക്ഷികൾ, ആ കക്ഷികൾ ഖവാരിജിന്റെ വാദം കടമെടുത്തതാണ്. അതുകൊണ്ടാണ് ഖവാരിജിന്റെ നേരെ കോപ്പിയാണ് ഇന്നത്തെ വഹാബികളെന്ന് ഇമാം സാബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ എഴുതി വെച്ചത്. ഇനി സഹോദരന്മാരെ, ഇവിടെ പിൽക്കാലത്ത് വന്ന ഏതെല്ലാം പുത്തൻവാദികളുണ്ടോ അവരെല്ലാം മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയവരുടെ കോപ്പികളാണ്. ആ കോപ്പികൾ അവരുടെ ചില വാദം മുന്നേ എടുക്കുകയും ചില വാദം തള്ളുകയും ചെയ്തുകൊണ്ട് പലരുടെയും പുത്തൻ പഴയകാലത്ത് കഴിഞ്ഞുപോയ പുത്തൻവാദങ്ങൾ ഓരോരുത്തരും ഏതെല്ലാമോ ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെടുത്ത് അത് പിന്നീട് ഒരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കാനാണ് ഇവിടെയുള്ള എല്ലാ കക്ഷികളും ശ്രമിച്ചിട്ടുള്ളത്, എല്ലാ പുത്തനാശയക്കാരും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഒരൊറ്റ സുന്നിയും ഇന്ന് വരെ ഒരൊറ്റ മുസ്ലിമും കാഫറാണെന്ന് പറയാറില്ല. പറഞ്ഞു, ഖിബ്ലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന, അതേ ഖിബ്ലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിനെതിരായ കാര്യങ്ങൾ അതേ ഒരു നിലക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം പ്രകടമാകാത്ത കാലത്തോളം, ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു വിഷയത്തെ നിഷേധിക്കാത്ത കാലത്തോളം നമ്മൾ ഒരാളെയും കാഫിറായി പ്രഖ്യാപിക്കൂല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. കാഫിറാക്കൽ പ്രസ്ഥാനവുമായി സുന്നത്ത് ജമാഅത്തിനൊരു ബന്ധവുമില്ല. ഒരാളെയും കാഫിറാക്കുന്ന ഏർപ്പാട് സുന്നത്ത് ജമാഅത്തിനില്ല. പക്ഷേ ഏതെങ്കിലും കക്ഷികൾ ഇസ്ലാമിൽ ഒരു നിലക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം അനിവാര്യമായി അറിയപ്പെട്ട വല്ലതിനെയും നിഷേധിച്ചാൽ അവൻ കാഫറാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ കാഫറായി പോയ പലരുമുണ്ട്. ഞാനിനി ചെറിയ ഉദാഹരണം പറയട്ടെ. നിങ്ങൾ നോക്കൂ, ഖാദിയാനികൾ അവരെന്ത് ചെയ്തു?
വബീ ഖുതിമൻ നബിയൂൻ, എന്നോടുകൂടെ നബിയുടെ ശൃംഖല അവസാനിച്ചു. ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം നബിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിശദീകരണം തള്ളിയുണ്ട് അവർ ഖുർആനിലേക്ക് കടന്നപ്പോൾ ഖാദിയാനി താനേ കാഫിറായി പോയി. ഇനി നിങ്ങൾ നോക്കൂ, മൗലവി ചേകനൂർ വന്നു. അദ്ദേഹം മുജാഹിദിന്റെ ഒരുപാട് പള്ളിയിൽ ഖുതുബകൾ ഓതി. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അദ്ദേഹം ഒറ്റ ഖുതുബ ഓതിയിട്ട് പള്ളിയിൽ നിന്ന് മിമ്പർ വന്ന് താഴെ ഇറങ്ങി. സാധാരണ 2 ഖുതുബയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, എന്തേ ഒറ്റ ഖുതുബ? അദ്ദേഹം പറഞ്ഞു, ഖുതുബ എന്നാൽ ഒരു പ്രസംഗമാണ്, പ്രസംഗത്തിന് ഇടയ്ക്കൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു 10 മിനിറ്റ് പ്രസംഗിക്കുന്നതിന് എന്തിനാണ് ഇടയ്ക്കിരിക്കുന്നത്? 4 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇരിക്കാറില്ല, പിന്നെ 10 മിനിറ്റ് പ്രസംഗത്തിന് ഞാൻ എന്തിനിരിക്കണം? അപ്പോൾ ഈ കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, മുഹമ്മദ് നബി ഖുതുബ സമയത്ത് ഇടയ്ക്കൊന്ന് ഇരുന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ ഈ ചേകനൂർ മൗലവി ചോദിച്ചു, ക്ഷീണമായിട്ട് ഇരുന്നിട്ടുണ്ടാകാം, ചെറുപ്പക്കാരനായ ഞാൻ എന്തിനിരിക്കണം? ഖുതുബ ഒരു പ്രസംഗമല്ലേ? സുന്നികൾ പറയും പോലെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ന്യായമാണ്. കാരണം മുഹമ്മദ് നബി ചെയ്തതുപോലെ ചെയ്യണം. പക്ഷേ അതൊരു കേവലം പ്രസംഗമാണെന്നല്ലേ നമ്മളെ വാദം. അപ്പൊ പിന്നെ 10-15 മിനിറ്റ് പ്രസംഗിക്കുന്നതിന് ഇടയ്ക്ക് ഇരുന്നാൽ നമ്മുടെ സമയം വെറുതെ പോക്കലല്ലേ? ആരോഗ്യമുള്ള ഞാനെന്തിനിരിക്കണം? എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, ആ ചേകനൂർ അതുകൊണ്ട് നിന്നില്ല. അതേ വലിയ പുസ്തകമാണിത്. ഇതിൽ മുഴുവനും അദ്ദേഹം ഖുർആനല്ലേ ഉദ്ധരിക്കുന്നത്. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കണം, ഖുർആൻ ഉദ്ധരിച്ച് പറയുന്നവരുടെയൊക്കെ പിന്നാലെ പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് ചേകനൂരിന്റെ പിന്നാലെ പോയിക്കൂടാ? ചേകനൂർ നമസ്കാരം എങ്ങനെ, എപ്പോൾ, എത്ര? മൗലവി ചേകനൂര് നിലവിലുള്ള നമസ്കാരത്തിൽ 30 ജൂദായിസം, ളുഹറും മഗ്രിബും ഖുർആൻ വിരുദ്ധം, സുബ്ഹി സൂര്യോദയത്തിന് ശേഷം മതി എന്ന് വിശുദ്ധ ഖുർആനിലെ നമസ്കാര രൂപം, ഇതെല്ലാം കണിശമായി തെളിയിക്കുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം. ഇതിന്റെ ചട്ടയമിലുള്ള പരസ്യം ഞാൻ നോക്കി വായിച്ചത്. ഇനിയോ നമസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം ഖുർആനല്ലേ അദ്ദേഹം തെളിവുദ്ധരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ തല്ലിയിട്ട്, സഹാബത്തിനെ തല്ലിയിട്ട്, ഇമാമിങ്ങളെ തല്ലിയിട്ട് ഖുർആനിലേക്ക് ഡയറക്റ്റ് കടന്നപ്പോൾ ചേകനൂർ കാഫിറായി പോയി. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? പക്ഷേ അദ്ദേഹം ചെയ്തത് എന്താണ്? അയാൾ കാഫിറായ വിവരം അറിയാതെ അയാൾ ചെയ്തതെന്താണ്? നിങ്ങളെല്ലാം കാഫിരീകളാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഞാൻ വായിച്ചു കേൾപ്പിക്കുക, അയാൾ പറയട്ടെ. തൗഹീദ് പ്രചരണക്കാർ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ ജൂദായിസം, എല്ലാ പള്ളികളും അള്ളാഹുവിനുള്ളതാണെന്നും അതിനാൽ അവിടെ വെച്ച് നടത്തപ്പെടുന്ന നമസ്കാരങ്ങളിൽ വിശേഷിച്ചും അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും വിളിക്കാൻ പാടില്ലെന്നും വിശുദ്ധ ഖുർആൻ 72:18 പ്രത്യേകം പ്രസ്താവിച്ചതാണ്. അതേ പ്രകാരം മരിച്ചുപോയ മഹാത്മാക്കൾ ആരും തന്നെ അവരെ വിളിക്കുന്നതൊന്നും കേൾക്കുകയില്ലെന്നും 10-ൽ പരം സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതുമാണ്. എന്നിട്ടും മരിച്ചുപോയ മഹാത്മാവായ നമ്മുടെ നബിയെ ലോകത്തെവിടെ നിന്ന് വിളിച്ച് സലാം ചൊല്ലിയിരുന്നാലും അതെല്ലാം നബി കേൾക്കുമെന്നും അതിനാൽ സലാം ചൊല്ലപ്പെടുന്ന ആളുടെ പേരെടുത്ത് വിളിച്ച് സലാം ചൊല്ലൽ സാധാരണ പതിവില്ലെങ്കിലും ഖുർആനിന്റെ വിലക്കിന് കടകവിരുദ്ധമായി എല്ലാ നമസ്കാരത്തിലും നബിയെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് തന്നെ സലാം ചൊല്ലുകയാണ് വേണ്ടതെന്നും അബൂ ഹുറൈറ പഠിപ്പിക്കുമ്പോൾ ഇസ്തിഗാസ, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ശിർക്കൻ സമ്പ്രദായം മുസ്ലിങ്ങളിൽ വേരുറപ്പിക്കാൻ കളമൊരുക്കുകയല്ലേ ജൂതനായ അബൂ ഹുറൈറ ചെയ്യുന്നത്. മഹാനായ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിക്കുന്നത് ഖുർആനിനെതിരല്ലേ? അതേ, ഒരാളെയും വിളിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിച്ചാൽ ആ വിളിയോടുകൂടി ശിർക്ക് വന്നില്ലേ? മുശ്രിക്കായില്ലേ? ഖുർആൻ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നതെന്ന് ചേകനൂര് പറയുകയാണ്. അങ്ങനെ എല്ലാ മുസ്ലിമീങ്ങളെയും ചേകനൂര് കാഫിറാക്കുകയാണ്. അതേ സമയത്ത് ളുഹർ നിസ്കാരം പാടില്ല, മഗ്രിബ് നിസ്കാരം പാടില്ല എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം കാഫിറായ വിവരം അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ അനുയായികളും അതറിയുന്നില്ല. സങ്കടമല്ലേ സുഹൃത്തുക്കളെ ഇത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇത് ബൈബിളിന്റെ പരിശുദ്ധി, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഈ പുസ്തകം എഴുതുന്നത് ആരാണ്? റിയാസുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഖുർആനിലേക്ക് ഡയറക്റ്റ് കടന്നപ്പോൾ ക്രിസ്ത്യാനിയായി പോയി, ഇസ്ലാമിന്റെ പടി കടന്നുപോയി.
ഇനി നിങ്ങൾ നോക്കൂ, വേറൊരു പുസ്തകം സുൽത്താൻ മുഹമ്മദ് പോൾ. ഇത് സുൽത്താൻ മുഹമ്മദ് പോൾ എന്ന മുസ്ലിം നാമധാരിയുടേതാണ്. ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി എന്നാണ് ഇതിന്റെ പേര്. ഞാൻ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞ് പലരും പുസ്തകം ഇറക്കാറില്ലേ? അതുപോലെ ഒരു ക്രിസ്ത്യാനി പുറത്തിറക്കുന്ന പുസ്തകം ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി. അദ്ദേഹം പറയുന്നു ഖുർആനിലുള്ളത് ക്രിസ്തു മതമാണ് നല്ലത്, ഇതാണ് ഖുർആനിലുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇസ്ലാമെന്ന് പുറത്തുപോയി. ഇമാമിങ്ങളെ തല്ലിയിട്ട്, സഹാബത്തിനെ തല്ലിയിട്ട് ആരാണോ ഖുർആനിലേക്ക് ഡയറക്റ്റ് കടന്നത് അവരെല്ലാം അറിയാതെ ഇസ്ലാമെന്ന് പുറത്തുപോയി. ചില വ്യാജ തരീഖത്തുകാർ വന്നു. സുബ്ഹാനല്ലാഹ്. വ്യാജ തരീഖത്തുകാർ വന്നിട്ട് സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി അവര് പറഞ്ഞു, അതെ, മല്ലം യകുല്ലഹു ശൈഖുൻ ഫൈബിലീസു ശൈഖുഹു. മല്ലം യകുല്ലഹു ശൈഖുൻ ഫൈബിലീസു ശൈഖുഹു. ഒരാൾക്കൊരു ഉസ്താദ് ഇല്ലെങ്കിൽ അവന്റെ ഉസ്താദ് ഇബ്ലീസാണ് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ശൈഖ് വേണം. ആദ്യത്തെ ആമുഖമാണത്. അതിനാരാ ശൈഖ്? അതിനേതെങ്കിലും ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് അവിടെ എത്തി നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? കാണുന്നത് അതാ അന്യപെണ്ണിനെ പിടിച്ചിട്ട് ഈ ശൈഖ് ചുംബിക്കുകയാണ്, അന്യപെണ്ണിന് കൈ കൊടുക്കുകയാണ്. അന്യപെണ്ണതാ ബിസ്ക്കറ്റ് മുറിച്ചിട്ട് അല്ലെങ്കിൽ കേക്ക് മുറിച്ചിട്ട് ശൈഖിന്റെ വായിൽ വെച്ചു കൊടുക്കുകയാണ്. ഈ വേങ്ങാട്ടുണ്ടായി എന്നില്ലേ സഹോദരന്മാരെ, അന്യ സ്ത്രീകൾ ബാംഗ്ലൂരിൽ നിന്ന് അതാ മുരീദിന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ കേക്ക് മുറിച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ CD-യിൽ കാണിച്ചില്ലേ? ഇതുപോലെ തന്നെ വടകരയില്ലേ, വടകരക്കില്ലേ ഒരു തങ്ങള് സുബ്ഹാനല്ലാഹ് അന്യപെണ്ണുങ്ങൾ വന്നാ പിടിച്ചിങ്ങനെ മണക്കുന്നത് ഞാൻ എന്റെ ആത്മീയത എന്ന CD-യിൽ കാണിച്ചിട്ടില്ലേ? എന്താണ് അവർക്ക് പറയാനുള്ളത്? അവർക്ക് പറയാനുള്ളത് ഖുർആനാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും സഹോദരന്മാരാണ്. അവിടെ ശൈഖിന്റെ മുരീദായാൽ മുരീദിച്ചിയായാൽ ആങ്ങളെയും പെങ്ങളുമാണ്, തൊടുന്നതിന് കുഴപ്പമില്ല. ഇന്നാ ലില്ലാഹ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഖൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി മല്ലം യകുൽ ലഹു ശൈഖുൻ ഫൈബിലീസു ശൈഖുഹു, ഉസ്താദില്ലാത്തവന്റെ ഉസ്താദ് ഇബ്ലീസാണ് എന്ന് പറഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കെന്താണ്? ഇത്തബിഉ ശുയൂഖൽ ഉലമാ ബിൽ കിതാബി വസുന്നതി അൽആമിനീന ബിഹിമാ. ഖുർആനിലും സുന്നത്തിലും അഗാധ പാണ്ഡിത്യമുള്ള ഇമാമീങ്ങളായ മഹാന്മാരായ ശൈഖന്മാരെ നിങ്ങൾ പിന്തുടരുക. വഹസ്സിനും നന്നബിഹിം, അതേ ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഇമാമീങ്ങളായ ശൈഖന്മാരെ നിങ്ങൾ പിന്തുടരുക. വഹസ്സിനും നന്നബിഹിം, ആ ഇമാമീങ്ങളായ ശൈഖന്മാരെ പറ്റി നിങ്ങൾ നല്ലത് മാത്രം വിചാരിക്കുക. വതഅല്ലം മിൻഹും, ആ ഇമാമീങ്ങളിൽ നിന്ന് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. വഹ്സിനിൽ അദബ ബൈന ഐദീഹിം, അവരുടെ മുമ്പിൽ നിങ്ങൾ അദബോടെ ജീവിക്കുക. ആ ഇമാമിങ്ങളെ തള്ളിപ്പറയാതെ അവരോട് കൂടെ നല്ല നിലക്ക് മുന്നോട്ട് നീങ്ങുക. വഖദ് അഫലഹത, നിനക്ക് വിജയിക്കാൻ കഴിയും. ഇദാ ലം തത്തബിൽ കിതാബ വസ്സുന്ന വലസ്യൂഖൽ ആരിഫീന ബിഹിമാ. ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ നീ പിന്തുടരാത്ത കാലത്തോളം ഖുർആനും സുന്നത്തിനെയും പിന്തുടരുന്നവനാകൂല. അങ്ങനെ പിന്തുടരാത്ത കാലത്തോളം ഫമാ തുഫ്ലിഹു അബദാ, നിനക്ക് വിജയിക്കാൻ കഴിയൂല. ഇത് വ്യക്തമായി ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞില്ലേ? എന്നിട്ട് കോരാത്തതിന് മഹാനവർകൾ പ്രത്യേകം അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞു, അൻത നഫ്സുൻ വതബഉൻ വഹവാ തഖഉദു മഅൻ നിസ്വാനിൽ അജാനിബി വസ്ബിയാനി ثم لا تقول لا أبالي بهم كذبت لا يوافقك الشرع ولا العقل تضيف نارا إلى نار حطبا إلى حطب فلا جرم تستيل دار دينك وإيمانك. എടോ, നീ ശൈഖാണെന്നും മുരീദാണെന്നും പറഞ്ഞിട്ട് അന്യ പെണ്ണിനെ തൊടുകയാണോ? അവരെ കൂടെ ഇരിക്കുകയാണോ? നിന്നോടൊരിക്കലും അള്ളാന്റെ ദീന് യോജിക്കൂല, ബുദ്ധിയും നിന്നോട് യോജിക്കൂല. നീ നിന്റെ ദീനിന്റെ വീടതാ കത്തുന്നു, നിന്റെ ഈമാനതാ കത്തുന്നു. ഇൻകാറു ശർഇ ഹാദാ അമുൽ ലം യസ്തസിനി ഫീ
ഫീഹാ അഹദാ. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം ഒരു ശൈഖിനെയും മുരീദിനെയും അന്യവണ്ണിനെ തൊടാൻ പറ്റൂല എന്നുള്ള നിയമത്തിൽ ഒഴിച്ചു നിർത്തിയിട്ടില്ല. എന്നിട്ട് മഹാനവകൾ പറയുന്നു ഹസ്സിലിൽ ഈമാന വൽ മഅരിഫത ബില്ലാഹ്. ആദ്യം നീ ഈമാൻ സമ്പാദിക്കടോ, അതുപോലെ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കടോ. വഖുവ്വത്തുൽ ഖുർബി, പടച്ചവനുമായി അടുക്കാനുള്ള കഴിവ് സമ്പാദിക്ക്. സുമ്മ അസ്ബിഹ് തബീബൻ ലിൽ ഖൽഖി നിയാബത്തൻ അൻ ഹഖ് അസ്സ വജല്ല. എന്നിട്ടാകാം നിനക്കൊരു ഡോക്ടർ. നീ ഇപ്പോൾ രോഗിയാണ്, അന്യപെണ്ണിനെ തൊടുന്ന കാലത്തോളം നീ രോഗിയാണ്. രോഗിയായ നിന്റെ ചികിത്സ എങ്ങനെയാണ് ഒരാൾ സ്വീകരിക്കുക? ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അവിടുത്തെ ശരിയായ ഖാദിരിയ്യ തരീഖത്ത് വിവരിച്ചുകൊണ്ട് അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ പറയുന്നു, വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, തികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ്. www.hubburrasool.net